ഇന്ന് വിജയദശമി. തിന്മയുടെ മേൽ, അഹങ്കാരത്തിൻ്റെ മേൽ ശക്തി വിജയം കൈവരിച്ചതിൻ്റെ ദിവസം. ഈ ദിവസവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. മഹിഷാസുരനെ ദേവി വധിച്ച ദിവസം, രാവണനെ രാമൻ വധിക്കാനായി തിരഞ്ഞെടുത്ത ദിവസം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പലയിടങ്ങളിലും ഈ ദിവസവുമായി ബന്ധപ്പെട്ട് വിശ്വസിച്ചു പോരും. പക്ഷേ പൊതുവായി നോക്കുകയാണെങ്കിൽ ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വിദ്യയുടെ, ശക്തിയുടെ, വിശ്വാസത്തിൻ്റെ ഒക്കെ വിജയത്തിൻ്റെ ദിവസമാണ് എന്നുള്ളത് തന്നെയാണ്. വിജയദശമി ദിവസത്തിൻ്റെയും സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ 100ാം ദിവസത്തിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഈ ദിവസത്തിൽ നമ്മോടൊപ്പം വീട്ടമ്മയിൽ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരുപാട് അനുഭവ സമ്പത്ത് കൈമുതലാക്കിയിട്ടുള്ള ഒരു വനിതയാണ്. കിളിമാനൂർ കൊട്ടാരത്തിലെ ഒരു അംഗമായിരുന്നിട്ടും ഒരുപാട് അനുഭവങ്ങളിലൂടെ, ഒരുപാട് യാതനകളിലൂടെ കടന്ന് ഇന്ന് ഏകലവ്യാശ്രമത്തിലെ ഒരു അന്തേവാസിയായി കഴിയുന്ന അംബികാക്കുട്ടി കോവിലമ്മ. 93 വയസ്സുകാരിയായ ഈ അമ്മയെ, ഈ മുത്തശ്ശിയെ നമുക്കിന്ന് പരിചയപ്പെടാം. അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു ചെല്ലാം. കാലചക്രം തിരിയുമ്പോൾ, കാലോചിതമായ പരിണാമം പ്രകൃതി സത്യമാണെന്നതുകൂടി നാം അറിയുമ്പോൾ, ഓർമ്മകൾ പറ്റാത്ത ഈ മനസ്സിനെ നാം അടുത്തറിയണം. രാജകുടുംബത്തിലെ അംഗമായിരുന്നിട്ടും ജീവിത അനുഭവങ്ങളുടെ വേലിയേറ്റങ്ങളിൽ അരങ്ങൊഴിഞ്ഞ കഥാപാത്രമായി, എങ്കിലും മനസ്സിൻ്റെ ആർജവം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നു ഈ അമ്മ. അശരണരായ മനസ്സുകൾക്ക് കാലവും സമൂഹവും നൽകിയ മുറിവുകൾക്കും ക്ഷതങ്ങൾക്കും ഈ അമ്മ സാക്ഷിയാകുന്നു. കാലത്തിനൊപ്പം കാൽച്ചിലമ്പണിഞ്ഞ കൊട്ടാരക്കെട്ടിൻ്റെ പൈതൃകം പങ്കുവയ്ക്കുമ്പോഴും ഇന്നത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നത് പിന്നിട്ട ജീവിത കാഴ്ചകളുടെ ഓർമ്മകൾ കൊണ്ടാവാം. ശൈശവ മനസ്സുകൾക്കൊപ്പം കൈപിടിച്ച് നടക്കുന്ന ഈ യാത്രയിൽ പിന്നിട്ട വഴികളിലെവിടെയോ നഷ്ടപ്പെട്ട ബാല്യം തിരിച്ചെടുക്കുകയാവാം. 100 അധ്യായങ്ങൾ പിന്നിടുന്ന വീട്ടമ്മ, 93 വയസ്സായ ഈ മുത്തശ്ശിക്ക് ദക്ഷിണ വെച്ച് ആതിഥ്യമരുളുന്നു. അമ്മയുടെ പേരെന്തുവാ? കുട്ടി കോവിലമ്മ. കോവിലമ്മ. കോവിലമ്മ സ്ഥാനപ്പേരാണ്. അമ്മ കിളിമാനൂർ കൊട്ടാരത്തിലെ ഓർമ്മകളൊക്കെ ഉണ്ടോ അവിടെ താമസിച്ചിരുന്നപ്പോഴത്തെ? ഉണ്ട്. എങ്ങനെയായിരുന്നു അവിടെ കൊട്ടാരത്തിലെ ജീവിതമൊക്കെ? പിന്നെ എങ്ങനെ അവിടെ ചിട്ടകളൊക്കെ എങ്ങനെയായിരുന്നു? രാവിലെ എണീറ്റ് നമ്മുടെ വീട്ടൊക്കെ തന്നെയാണ്, ദിനചര്യകളെല്ലാം ശരിക്കുണ്ട്. അമ്മ ഇപ്പം ഇവിടെ ഈ ആശ്രമത്തിൽ വന്നിട്ട് ഇപ്പം എത്ര കാലമായി? 2 മാസത്തിനകം ആകാൻ പോകുന്നേ ഉള്ളൂ. ആണല്ലേ. അതിന് മുമ്പ് അപ്പം മഠത്തിൽ തന്നെ താമസിക്കുന്നത്. മഠത്തിലായിരുന്നു. പിന്നെ വീട്ടില് കുടുംബത്തിൽ ആരൊക്കെയാ ഉണ്ടായിരുന്നേ അവിടെയുള്ള? അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അമ്മാവന്മാര്, ഒരമ്മാവൻ ജഡ്ജിയായിരുന്നു. ഒരമ്മാവന് ജഡ്ജിയായിരുന്നു. വടക്കം പറവ് വെച്ചാൽ മരിച്ചു പോകും. വടക്കം പറവ് വസ്തുക്കളൊക്കെ സമ്പാദിച്ച ഞങ്ങളുടെ കുടുംബസ്വത്താണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. സ്കൂളിലൊക്കെ പോയിരുന്നു അവിടെ? സ്കൂളിലൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ കിളിമാനൂർ കൊട്ടാരത്തിലായിരുന്നപ്പോഴായിരുന്നു. ആ ഓർമ്മകളൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ ഓർമ്മ കാണത്തില്ലയോ. മറ്റു കലകളൊക്കെ പഠിച്ചിരുന്നു അപ്പോഴാണ്? കൊച്ചിലെ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്? ഏതായാലും കഴിയുമ്പോൾ മറന്നു പോകുമ്പോൾ പറഞ്ഞാൽ പണ്ടത്തെ ഒക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു പാട്ട് എന്തെങ്കിലും പാടാവോ ഞങ്ങൾക്ക് വേണ്ടി? കർണാടക സംഗീതമായിരുന്നു അല്ലേ പഠിച്ചിരുന്നത്? അപ്പൊ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു പഠിക്കാൻ? 10-15 പേരുണ്ടായിരുന്നു. അവിടെ ഇരുത്തി പഠിപ്പിക്കായിരുന്നു. ഗുരുക്കന്മാരെയൊക്കെ ഓർമ്മയുണ്ടോ? പേരൊക്കെ ഓർമ്മയുണ്ടോ? ഞങ്ങൾ തന്നെ താമസിപ്പിച്ച് പഠിപ്പിച്ചു. കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. സ്കൂളിൽ 8 ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. സ്കൂളിലെ ഇംഗ്ലീഷ് നേരെ അറിഞ്ഞൂടാ. അതിന് പറഞ്ഞാൽ മേൽവാസമൊക്കെ കണ്ട അറിയാവുന്നേ ഉള്ളൂ, പറയാൻ അറിഞ്ഞൂടാ ശരിക്കും. ഇപ്പം 93 വയസ്സായോ അമ്മയ്ക്ക്? ഇപ്പം അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വയസ്സായതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? വയസ്സായതിൻ്റെ യാതൊരു അസുഖം
നമ്മുടെ കുടുംബമൊക്കെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോളും അതിൻ്റെ മക്കളും അതിനൊക്കെ 4ാം തലമുറയുണ്ട്. ഒരു മോള്, അതിനൊരു കുഞ്ഞും ഒരു മോനും ഒരു മോളും ഉണ്ട്. അങ്ങനെ മക്കൾ സന്തതികളുണ്ട്. ആവശ്യത്തിന് അതിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി. ഇവര് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറൊക്കെ ഉണ്ട്? ഉണ്ട്. അയ്യോ പിന്നെ വരാറൊക്കെ ഉണ്ട്. ആ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെയാ സമയം പോകുന്നത്? സമയം പോകുന്ന അറിയുന്നേ ഇല്ല. സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല. അമ്മ പണ്ട് എങ്ങനെയായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നൊക്കെ? വീട്ടിലിപ്പം കൊട്ടാരത്തിലായിരുന്നപ്പോ ഒരു ജീവിതം, അത് കഴിഞ്ഞിട്ട് പിന്നെ വെളി കഴിഞ്ഞ് പോകുമ്പോ വേറൊരു ജീവിതം, അങ്ങനെയല്ലേ? അതെ. ആ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെയാണ്? ആ വ്യത്യാസങ്ങളൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ട് താമസിക്കുമായിരുന്നു. ചെറിയ ജോലിയാണ്, സബ് രജിസ്ട്രാർ. എവിടെയൊക്കെ പോയിട്ടുണ്ടമ്മ കേരളത്തിലൊക്കെ? എവിടെയൊക്കെ, ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്? അനവധി സ്ഥലം സഞ്ചരിച്ചിട്ടുണ്ട്. അമ്മ കർണാടക സംഗീതമാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഇപ്പൊ ഹാർമോണിയം വായിക്കുന്നു പറഞ്ഞു, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. അതിലേതെങ്കിലും ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാവോ? അമ്മ ഇതും കൊച്ചിലെ തന്നെ പഠിച്ചതാ? അതാണ് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? ഇപ്പോഴും വെളുപ്പിനെയൊക്കെ എണീക്കുവോ? എത്ര മണിക്ക് എണീക്കും? 5 മണിക്ക്. പിന്നെ ആഹാരത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ? ഒരു ബുദ്ധിമുട്ടും. എല്ലാം കഴിക്കാം? എല്ലാം കഴിക്കാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ എന്തൊക്കെയാ? മോരും പപ്പടവും ഉപ്പിലിട്ടതും ഉണ്ടെങ്കിൽ ഞാൻ 3 കഴിയും. അതാണ് നിർബന്ധം? അതുകൊണ്ട് എൻ്റെ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വരുത്താനൊക്കത്തില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കൊട്ടാരത്തിലുള്ളവരൊക്കെ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അറിയത്തില്ലല്ലോ. കൊട്ടാരത്തിലുള്ളവർ എന്തുവാ കഴിക്കുന്നത്, എങ്ങനെയാ ജീവിക്കുന്നതൊക്കെ ഭയങ്കര കൗതുകമായിരിക്കും. ഇതൊക്കെ തന്നെയാണോ നിങ്ങൾ സാധാരണക്കാർ കഴിക്കുന്ന പോലൊക്കെ തന്നെയാണ്? ഇതുപോലൊക്കെ ഉള്ള സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചിട്ട്, വലിയ കൊട്ടാരങ്ങളിലൊക്കെ ജീവിച്ചിട്ട് അമ്മയ്ക്ക് പിന്നെ മഠത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇപ്പൊ ആശ്രമത്തിൽ വരുമ്പോൾ അങ്ങനെ വിഷമങ്ങൾ വല്ലതും തോന്നാറുണ്ട്? അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടോ? ഒന്നുമില്ല. അമ്മയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നത്. പലപ്പോഴും നമ്മളെ പോലുള്ള ആൾക്കാർക്ക്, സാധാരണക്കാർക്ക്, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു തരത്തിൽ ഇരട്ടത്താപ്പുകാരാണ് എന്ന് നമ്മളെല്ലാവരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു സങ്കല്പം എന്ന് പറയുന്നത് കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആർഭാടം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംതൃപ്തി, സന്തോഷം എന്നൊക്കെയാണ്. ഒരുപക്ഷെ ആശ്രമ ജീവിതം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അന്തേവാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിസ്സഹായാവസ്ഥയുടെ അതിൻ്റെ ഒരു പര്യായമാണ്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ, ആരുമില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അഭയം എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും ഇവിടെ താമസിക്കുമ്പോൾ പോലും നമ്മൾ അനുഭവിക്കുന്ന വേദനയും ഈ ഒരു നിസ്സഹായാവസ്ഥ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് അമ്മയോട് സംസാരിക്കുമ്പോൾ, അമ്മയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അമ്മ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നപ്പോഴും തുടർന്നു പോന്നിരുന്നത് ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നത് കൊണ്ടാവണം ഇവിടെ ആശ്രമത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ മുമ്പ് മഠത്തിലൊക്കെ താമസിച്ചിരുന്നപ്പോഴും നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിരുന്നില്ല. എല്ലായിടത്തും സന്തോഷമാണ് അല്ലേ? സന്തോഷം എല്ലായിടത്തും. ഇവിടെ അമ്മ പറയുന്ന കേൾക്കാൻ, അമ്മയുടെ പഴയ കഥകളൊക്കെ കേൾക്കാൻ ഒരുപാട് പേരുണ്ട്, കുട്ടികളൊക്കെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് വിജയദശമിയാന്നുള്ളതാണ്. അപ്പം ഇന്ന് അമ്മയുടെ പണ്ട് കാലത്തൊക്കെ ഇതുപോലെ ഈ ഒരു വിദ്യാരംഭം എന്നുള്ള ചടങ്ങൊക്കെ വലിയ കാര്യമായിട്ട് കൊട്ടാരത്തിലൊക്കെ പ്രത്യേകിച്ചും വലിയ കാര്യമായിട്ടൊക്കെ ആഘോഷിക്കുമല്ലോ. ആ ഓർമ്മകളൊക്കെ ഉണ്ട്. ഈ വിജയദശമിക്ക് എന്തൊക്കെയാ പ്രത്യേകതകൾ? അവിടെ തന്നെ പൂജ വയ്ക്കും. ഞങ്ങൾക്ക് അവിടെ പൂജ വയ്ക്കാം, മഠത്തിൽ തന്നെ പൂജ വയ്ക്കാം. ഞങ്ങൾക്ക് മത്സ്യാംശങ്ങളൊന്നും കൂടത്തില്ല. അതുകൊണ്ട് അവിടെ തന്നെ പോറ്റുമാർ വന്നേ പോരെങ്കിൽ ഞങ്ങളുടെ ഒരു അപ്പൂപ്പനൊരു നമ്പൂരിയാണ്. ആ അപ്പൂപ്പനെല്ലാം കഴിച്ചോളൂ, അമ്മയുടെ അച്ഛനെ. അപ്പം അപ്പൂപ്പനായിരുന്നു വന്ന് എല്ലാ ഇതും ചെയ്തിരുന്നു, ചടങ്ങുകളൊക്കെ. ആ ചടങ്ങുകളൊക്കെ. അമ്മയുടെ ഈ 93 വർഷത്തെ അനുഭവത്തിൽ നിന്ന്, നമ്മുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് പുതിയ തലമുറയോട് പറയാനുള്ള കാര്യം എന്തായിരിക്കും? അമ്മയ്ക്ക് നൽകാനുള്ള സന്ദേശം എന്താ? ഒന്നുമില്ല,
ഒന്നും വേണ്ട എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതൊന്നും. അപ്പോൾ അമ്മയെപ്പോലുള്ളവർ പറയുന്നത് കേൾക്കാൻ ഉള്ള ഒരു സന്നദ്ധത പുതിയ തലമുറ കാണിക്കണം എന്ന് അമ്മയ്ക്കൊരു തോന്നലുണ്ടോ? ആ അങ്ങനെയില്ലേ? ആ അതല്ലേ അമ്മയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണം, കേൾക്കാൻ ആരെങ്കിലും വേണം അല്ലേ? അതെ. നവരാത്രി 9 ദിവസം ഞങ്ങൾ ഒരിക്കലും നോക്കും. അത്താഴം ഉള്ളതില്ല. ആ, അത്താഴം വല്ല ഒരു നേരം മാത്രം. ഒരു നേരം മാത്രം. അത് വളരെ പുണ്യമാണ്. അങ്ങനെ പുണ്യം ചെയ്തിട്ടാ പുണ്യം ഒരുപാട് ചെയ്തു. ചെയ്യാൻ തോന്നി അന്നങ്ങ് ചെയ്തത് കൊണ്ട് ചെയ്തു. അപ്പൊ ഇപ്പം ആശ്രമത്തിലുള്ളവരോടും ഒക്കെ അമ്മ ഇത് പറയാറുണ്ടോ? ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്? ഇതുപോലെ സന്ദർഭം വന്നാൽ പറയും, ഉണ്ടാതിരിക്കാൻ നിൽക്കും മുന്നോട്ട് കൂട്ട്. അമ്മ ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാ അല്ലേ? എപ്പോഴും സംസാരിച്ചോണ്ട് ആ വളരെ ആരോഗ്യവതിയായിട്ടിരിക്കുന്ന ഒരു കൂട്ടത്തില. അമ്മ തന്നെ പറഞ്ഞല്ലോ അമ്മയുടെ കൊച്ചുകുട്ടികളാണ് അവിടുത്തെ കൂട്ടുകാരെന്ന് അല്ലേ? അപ്പൊ സംസാരിക്കാതിരിക്കാനും പറ്റത്തില്ല. ഏതായാലും ഇനിയും ഒരുപാട് കാലം ഇപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ തീരുമാനങ്ങളും ഉണ്ട്. അമ്മയ്ക്ക് യാതൊരു വിഷമവും ഇല്ലാതെ, ഒരു ദുഃഖവും ഇല്ലാതെ, ഒരു അസുഖവും ഇല്ലാതെ ഒരുപാട് കാലം ഇതുപോലെ കഴിയാൻ പറ്റട്ടെ. അമ്മ പറയുന്നത് കേൾക്കാൻ, അമ്മയുടെ അനുഭവങ്ങളൊക്കെ അമ്മയ്ക്ക് പകർന്നു കൊടുക്കാൻ ഇനി ഒരുപാട് പേരുണ്ടാവട്ടെ. ഒരുപാട് കൊച്ചു കുട്ടികൾ അമ്മയ്ക്ക് നല്ല കൂട്ടുകാരായിട്ട് ഇനിയും ഒരുപാട് കാലം ഉണ്ടാവട്ടെ എന്നൊക്കെ ഞങ്ങൾ ആശംസിക്കുക. അമ്മ ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അമ്മയെ പരിചയപ്പെടാൻ പറ്റിയാലും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ കഴിഞ്ഞതിലും ഒക്കെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മമാരിൽ നിന്ന്, ഇതുപോലെയുള്ള മുത്തശ്ശിമാരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും ഈ ഒരു വിജയദശമി ദിവസത്തിൽ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സമ്മാനവും ഇത് തന്നെയായിരിക്കും. ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഈ അമ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ ഒരുപാട് കേൾക്കാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും ഇതിൽ നിന്ന് നമുക്കിനി ഒരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ. അമ്മ ആഗ്രഹിച്ച പോലെ, അമ്മ പറഞ്ഞതുപോലെ പുതിയ തലമുറ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റ് വിദ്യകളും എന്ത് കാര്യങ്ങളും നമ്മൾ നേടുന്ന ഒരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ നേടാൻ തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കാം ഇത്. പക്ഷേ മനസ്സുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കേണ്ട ഒരു ദിവസം കൂടിയായിരിക്കട്ടെ ഇത്. കാരണം ഇതുപോലെയുള്ള അമ്മമാർ, ഇതുപോലെയുള്ള മുത്തശ്ശിമാർ ആഗ്രഹിക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ ആരും അവഗണനയുടെ ഒരു നോട്ടം അവരുടെ മേൽ പതിപ്പിക്കരുത് എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് കേൾക്കാൻ, അവരുടെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ ആരെങ്കിലുമൊക്കെ വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. തീർച്ചയായും അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയും ഈ പരിപാടിയോടൊപ്പം ഞങ്ങളുടെ മനസ്സിലുണ്ട്.